പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായാണ് നമ്മൾ കളങ്കമില്ലാതെ പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധമായ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുകയും, നിങ്ങൾ ചെറിയ എന്താണ് ദൈവം എന്നോട് സംസാരിക്കാത്തത്? ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേർക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും സ്വപ്നത്തിലായാലും ദർശനത്തിലായാലും സ്വരത്തിലായാലും സുഗന്ധത്തിലായാലും ഇങ്ങനെ അമ്മയുടെ പ്രത്യക്ഷ ദർശനങ്ങൾ അനേകം മക്കൾ എല്ലാ ദിവസവും അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ഇറ്റ് ഈസ് നോട്ട് റിസർവ്ഡ്. ആർക്കെങ്കിലുമായിട്ട് ഇങ്ങനെ സംവരണം ചെയ്ത് വെച്ചിരിക്കണതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ. ആർക്കായാലും സാധിക്കും. ബൈബിള് പറയണത് അത് അന്വേഷണം സത്യസന്ധമായിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, പറഞ്ഞോളൂ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പൊ ഹൃദയ പരമാർത്ഥതയാണ് എൻ്റെ വേണ്ടത്. അതായത് ഒന്ന്, നീ സത്യമായ ദൈവത്തെ സത്യമാണെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ നിൻ്റെ വിഷയം, അതിൻ്റെ ഒരു പരമാർത്ഥത, സത്യസന്ധത, അത് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവിക ഇടപെടൽ സുനിശ്ചിതമായിരിക്കുമെന്ന് നമുക്ക് സംശയമില്ലാതെ. നമുക്ക് ഈ പരമാർത്ഥതയ്ക്ക് കളങ്കം ചാർത്തുന്നത് പലപ്പോഴും സംശയമാണ്. അങ്ങനെ കർത്താവ് പറയും, സംശയമില്ലാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, സംശയിക്കാതെ, ഉള്ളിൽ സംശയിക്കാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. സ്വരത്തിൽ ഇടിമുഴക്കം പോലെ മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ഫാക്കൽറ്റി ഹൃദയമാണ്. ഹൃദയം എപ്പോഴും വെച്ച് സംശയിക്കാത്ത വിശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇടത് കൈ നെഞ്ചിൽ വെച്ച്, ഇടത് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ 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 അങ്ങിൽ സംശയിക്കാതെ സുനിശ്ചയത്തോടുകൂടി വിശ്വസിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മകൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്നേഹരാജൻ
എപ്പോഴും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ കാർ എടുക്കുമ്പോൾ നമ്മൾ കാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളെന്ത് ചെയ്യും? അതൊക്കെ മുമ്പ് നമ്മളൊന്ന് ഉറപ്പ് വരുത്തും എന്തൊക്കെയുണ്ട്, ഓയിലുണ്ടോ അല്ലേ, പെട്രോളിൻ്റെ ലെവൽ എന്താണ്, ബാറ്ററിയുടെ കണ്ടീഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള എല്ലാ ലോഞ്ചിങ്ങിനും ഇത്രയും കാര്യം ഉറപ്പ് വരുത്തണം. എന്താണ്? ശങ്കിക്കാത്ത വിശ്വാസമുണ്ടോ, പിന്നെന്താ വേണ്ടത് ഉറപ്പ് വരുത്തേണ്ടത്? ലവ് ലെവല്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിലവാരം, അത് ഇറ്റ് ഇസ് വെരി സീരിയസ് തിങ്. ഒക്കെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഉടമ്പടി സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ദൈവസ്നേഹമില്ലാത്ത ഒരു മനുഷ്യന് ഉടമ്പടി ക്രാക്ക് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് ഉണ്ടാകുന്ന വിഷയം ദൈവസ്നേഹമല്ല, വസ്തുസ്നേഹമാണ്. വിഷയസ്നേഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷയത്തോടാണ് നിങ്ങൾക്ക് സ്നേഹം, ദൈവത്തോട് സ്നേഹമില്ല. അത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്ന, എനിക്ക് തോന്നുന്നത് മേ ബി ഒരു പകുതിയോളം ആൾക്കാർക്ക് ദൈവസ്നേഹമില്ല. അവർക്ക് വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണുള്ളത്. വസ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ച് ഭയങ്കര സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട്. അതിലൊന്നാണ് പ്രേക്ഷിത പ്രവർത്തനം, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നത്. ആ ചുമ്മാ ഇങ്ങനെ സിനിമാക്കാർ നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിനുള്ളിൽ ആഗ്രഹം ഉണ്ടാകണം, കർത്താവെ ഞാൻ അറിഞ്ഞതുപോലെ ഞാൻ വഴി അങ്ങേ ജനങ്ങൾ അറിയാൻ ഇടയാക്കണമേ. അല്ലാതെ നിങ്ങളെ പേടിച്ചും ചമ്മയും അടപ്പ് തെറിച്ചും ഒക്കെയാണ് കൊടുക്കണം. വല്ലതും കാണുക, ആളുകളെല്ലാം ചോദിക്കുക, അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, മറ്റൊരു കളിയാക്കുമോ, ഇങ്ങനെ കുറേ മനോരോഗികളായിട്ടാണ് ചില ആൾക്കാർ പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ ഒരു 20% പേരും കൊടുക്കുന്നത് ഈ ഭ്രാന്തികളെ പോലെയും ഭ്രാന്തന്മാരെ പോലെയുമാണ്. എന്നുവെച്ചാൽ അവരുടെ കറക്റ്റ് സ്റ്റേച്ചറല്ല കാണിക്കണത്, അവരുടെ നോർമലല്ല കാണിക്കണത്. ചമ്മലി അകത്ത് വെച്ചും കാണാതെയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും ഒരു തരം മാഡായിട്ടുള്ള ആൾക്കാരെ പോലെയാണ്. അപ്പം തന്നെ ദൈവത്തിന് അറിയാം ഇതെങ്ങനെ കൊടുത്തൊപ്പിച്ച് കടമ നിർവഹിക്കുകയാണ്, ദൈവസ്നേഹമല്ലെന്നറിയാം. ദൈവസ്നേഹമുള്ളവർ അത് വെച്ച് പ്രാർത്ഥിക്കും, പത്രം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഞാനൊരു പത്രമാണ് കൊടുക്കുന്നത്, കീറിപ്പോകാതെ 10 മനുഷ്യരിത് വായിക്കണം, നിന്നെ അറിയണം, ഞാൻ അറിഞ്ഞ പോലെ അവരും നിന്നെ അനുഭവിക്കാൻ ഇടയാക്കണം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അപ്പം ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ദൈവസ്നേഹമില്ലാതെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് സ്നേഹത്തിൻ്റെ ബയലാറ്ററൽ റിലേഷനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. സ്നേഹിക്കാത്ത ഒരാൾക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോകത്തിൻ്റെ ഉടമ്പടിയിൽ സ്നേഹം വേണമെന്ന് നിർബന്ധമില്ല, വിശ്വാസം മതി. ലോകത്തിൻ്റെ ഉടമ്പടിയിൽ വിശ്വാസം മതി. പിന്നെ ഉടമ്പടി നിറവേറ്റിയില്ലെങ്കിൽ നിറവേറ്റാനുള്ള നിയമവ്യവസ്ഥ ഉണ്ടായാൽ മതി, പോലീസ് കോടതിയൊക്കെ ഉണ്ടായാൽ മതി. പക്ഷേ അങ്ങനെ ഈ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ പോലീസും കോടതിയൊന്നുമില്ല, ദൈവത്തോടുള്ള സ്നേഹമാണ് അവിടെ ഉള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഉടമ്പടിയുടെ മാതാവേ, എന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന പങ്കെടുത്ത് പ്രാർത്ഥനകൾ എല്ലാവരുടെയും സ്നേഹം വർദ്ധിപ്പിക്കണമേ. സ്വരത്തിലെ Sorry.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉണ്ട്, ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിന് എന്തൊക്കെയാണ് അടയാളം? ഒന്ന്, ഫസ്റ്റ് ഒരാളിന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് തോന്നുന്നത് അയോഗ്യതയാണ്. അനുതാപം സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് എൻ്റെ മുമ്പിൽ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്ത് സഹിത്വം ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിലാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ആ ദൈവസ്നേഹം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? അനുതാപം ഉണ്ടാകും. സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്. അപ്പം അനുതാപം ഉണ്ടോ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിലവിലുള്ള ചിന്താഗതികൾ, മനസ്ഥിതികൾ, പെരുമാറ്റം അത് സുവിശേഷ വിഹിതമല്ലെങ്കിൽ, ദൈവത്തിൽ നിരക്കാത്തതാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. ആ മാറ്റുമ്പോഴാണ് കറക്റ്റ് അനുതാപമായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. അനുതാപം ഇങ്ങനെ മനസ്സിൽ തോന്നിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത റിലേഷനിലാണ് എന്ന് പറഞ്ഞാൽ അനുതാപം ആകത്തില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത കച്ചവടം ചെയ്തുകൊണ്ട് അപ്പോൾ അനുതാപം ആകത്തില്ല. അനുതാപമാണത് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സത്യസന്ധമായ പരമാർത്ഥതയോടെ ദൈവത്തെ തേടണമെന്ന് പറയണത്. പരമാർത്ഥതയോടെ. ഇപ്പം നീ ചെയിൻ സ്മോക്കറാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഈ എന്താണ് ഏതാണ്ട് സാധനം വെക്കുമല്ലേ, MDMA അതാ വേറെ ഡിഗ്രിയാണെന്ന് തോന്നണം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ സന്തോഷങ്ങളെക്കാൾ എക്സ്ട്രാ ആയിട്ട് സന്തോഷം, വഴിവിട്ട സന്തോഷം അനുഭവിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം, നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ സുഖങ്ങളും പാപമാണ്. നാളെ ദുഃഖിപ്പിക്കരുത്, അതാണത്. ഇതെങ്ങനെ തിരിച്ചറിയണം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് ഒഴിയണം. ഇപ്പം നിങ്ങൾ ടൈം പാസിന് വേണ്ടി മനുഷ്യ പങ്കാളികളെയൊക്കെ ചുമ്മാ ഫോണൊക്കെ ചെയ്യുകയും ചിലപ്പോൾ മെസ്സേജ് വിളിക്കുകയും കാര്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, റിലേഷൻസ്, അപ്പം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫാക്കൽറ്റിയെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്, എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, അത് നിങ്ങളുടെ അവസ്ഥയാണ്. എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, ആരെക്കുറിച്ചാണ് ഓർക്കണത്, എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, നിങ്ങളുടെ ടൈം ആരാണ് കൺസ്യൂം ചെയ്യണത്? ദൈവമാണോ അതോ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരവകാശമില്ലാത്ത വ്യക്തികളാണോ? അതെല്ലാം നിങ്ങളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉടമ്പടി വഴികളിലേക്ക് പതുക്കെ വരാൻ പറ്റും. ഇത് നിങ്ങൾ ദൈവസ്നേഹം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി കുറേ സ്നേഹത്തിൻ്റെ പ്രയോഗങ്ങളുണ്ടല്ലോ. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിച്ച് പ്രയോഗങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ എല്ലാ തരത്തിലും, അതായത് സാധാരണ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം, വിശ്വാസം. അപ്പം അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഏറ്റവും ശക്തമായത് നിൽക്കുന്നത് ഉടമ്പടിയിലാണ് പ്രയോഗങ്ങളുള്ളത്. അപ്പം അത് ശരിക്കും നമ്മൾ അതിൻ്റെ സിസ്റ്റം നോക്കിയിട്ട് അവധാനതയോടുകൂടി ഉടമ്പടിയെ സമീപിച്ചാൽ നല്ല ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ടൈം ഷോർട്ടനിങ് നിങ്ങൾക്ക് ഉടമ്പടി ലാഗ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ വന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയത്തില്ല, ഉടമ്പടി 2 പുതുക്കി. ഞാൻ നോക്കണത് നിങ്ങളുടെ മച്യൂരിറ്റി സ്റ്റേജാണ് നോക്കണത്. ഇപ്പം നിങ്ങളുടെ വിഷയം ആയില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആ ചീട്ട് എഴുതിയിട്ടുണ്ടാവും, ഉടമ്പടി 2 പുതുക്കി 3 പുതുക്കി. അപ്പം ഉടമ്പടി 2 പുതുക്കിയ ആൾക്കാർക്ക് ഈ വിഷയം നടന്നില്ലെങ്കിൽ ഈ വ്യക്തി പൊട്ട വ്യക്തിയാണെന്ന് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാരോട് ഞാൻ സംസാരിക്കത്തില്ല.
അതിൻ്റെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് അവരോട് സംസാരിച്ചിട്ട് കാര്യം. അവർ കാര്യത്തിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, കാര്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടമ്പടി 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് ദൈവവുമായിട്ട് ഇതുവരെ കാണാനോ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. അവർ വിഷയത്തെക്കുറിച്ച് ആദ്യം കൊണ്ടിരിക്കുക. വസ്തു വിൽക്കണില്ലല്ലോ, ജപ്റ്റ് മാറണില്ലല്ലോ, പൈസ ആര് തരും, എങ്ങനെ ഓഫർ ലെറ്റർ, എങ്ങനെ വിസ കിട്ടും, ഈ വിഷയം മാത്രമാണ് അവർ ഫുൾ ടൈമായിട്ട് ഉടമ്പടി എടുത്തെങ്കിലും ഇവർ ഈ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് ഇവർ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവർ അതുകൊണ്ടാണ് ആ സംഭവം ലാഗ് ചെയ്ത് പോണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. അതായത് ദൈവത്തിൽ ഇപ്പം തന്നെ ഇന്നലത്തെ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യമില്ലേ, ഇപ്പോൾ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ അത് ചർച്ച ചെയ്യണത് രാഷ്ട്രീയ ബേസിലാണ് അല്ലേ, രാഷ്ട്രീയ ബേസിലാണ്. ഇപ്പോൾ എന്നോട് ചില മീഡിയക്കാരൊക്കെ ചോദിച്ചു, അച്ഛൻ ഇൻ്റർവ്യൂ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇതായിട്ട് ബന്ധമില്ലല്ലോ. തന്നെയല്ല, ഇതൊരു പക്ക സ്പിരിച്വൽ സബ്ജക്റ്റ്, നമുക്കത് രാഷ്ട്രീയ സബ്ജക്റ്റ് അല്ലല്ലോ. എന്നോട് ചോദിച്ച എൻ്റെ മീഡിയ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, ഇതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ആ ലേഡി പക്ക സ്പിരിച്വലാണ്, അതാണ് വിഷയം. അവർക്കിത് രാഷ്ട്രീയ വിഷയമല്ല ശരിക്കും, അവരുടെ പേഴ്സണലായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആന്തരികമായുള്ള അതുകൊണ്ടാണ് പറയണത്. എല്ലാവരും മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. അതാണ് പ്രശ്നം. അവർ ദൈവത്തെ തേടുകയാണ് ആത്മാർത്ഥമായി, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. അപ്പോഴേ എൻ്റെ ഉടമ്പടി അങ്ങ് സ്വീകരിച്ചിട്ടില്ലേ, അപ്പോഴേ എൻ്റെ പ്രഭാഷണം അവർ കേൾക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ദൈവം അത് എടുക്കണ ഒരു വിഷയമാണ്. ദൈവം അത് സ്വീകരിക്കണത് ഇറ്റ്സ് അനദർ സബ്ജക്റ്റ്, വേറെ ഒരു സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രസംഗത്തിലൂടെ അവർക്ക് മനസ്സിലാകും അവിടെ ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്, എൻ്റെ സേവനയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണോ? അതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ സബ്ജക്റ്റ്. അപ്പോഴേ അവരത് ദൈവത്തോട് കണ്ണീരോടെ വിശ്വസിച്ച് ദൈവത്തോട് കണ്ണീരോട് ചോദിക്കും, എൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങ് സ്വീകരിക്കാത്തത്. അപ്പോൾ അവർ വിസ്പർ ചെയ്യും, അതായത് വിസ്പർ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക് സ്റ്റോറി. നമുക്ക് കാര്യം വിസ്പർ ചെയ്യണം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ദൈവം ഇങ്ങനെ മന്ത്രിക്കാം. കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചയെ ഞാനിവിടെ കുരിശ് രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് കുരിശിൽ മുത്താൻ പോയപ്പോൾ പുറപ്പാട് 33:7 എന്ന് എഴുതി കാണിച്ചു. നമ്മൾ ഈ ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്മാരെപ്പോലെ നമുക്ക് പലർക്കും മനുഷ്യന്മാരുടെ ഇടപെടെ പരിചയമുള്ളൂ. ദൈവത്തോട് ഇടപെട്ട് കഴിയുമ്പോൾ എന്ത് വിദ്യേനയും ദൈവം കൺവേ ചെയ്തിരിക്കും. അതിൻ്റെ ദെയർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്ത് വിധം ഡ്രീമെങ്കിൽ ഡ്രീം, ദർശനമെങ്കിൽ ദർശനം, അത് സ്വരമെങ്കിൽ സ്വരം, സുഗന്ധമെങ്കിൽ സുഗന്ധം കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ മന്ത്രിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞു. അവർ മന്ത്രിച്ച എന്താണ് ചെവി പറഞ്ഞു കൊടുത്തത്, ദൈവം പറഞ്ഞു കൊടുത്തത് 2 സാമുവൽ 23:5. അപ്പോൾ അത് ദൈവം പറഞ്ഞു കൊടുക്കണതാണത്. ആർക്കും കിട്ടും. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് തേടിക്കഴിഞ്ഞാൽ ആരോടും സംസാരിക്കും ദൈവം. സത്യസന്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷയത്തിനാണ് പ്രാധാന്യം എടുത്ത് കൊടുത്ത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഈ ജന്മത്തെ ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കണം, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിഷയത്തെക്കാളുപരി അങ്ങേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം പുനർക്രമീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. സാമുവേൽ 23:5 വായിച്ചോളൂ. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി.
അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ക്ലിയറാണ്. കർത്താവേ, അങ്ങ് എൻ്റെ ഉടമ്പടി സ്വീകരിച്ചില്ലേ എന്ന് ഹൃദയം പതറി ചോദിക്കുമ്പോഴാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രസൻസ്. ഉടമ്പടി പ്രസൻസിൻ്റെ പദ്ധതിയാണ്, സാന്നിധ്യത്തിൻ്റെ പദ്ധതി. നീ കർത്താവിനോട് കണ്ണുനീരോട് ചോദിച്ചോ, നിൻ്റെ ആവശ്യം സത്യസന്ധമാണെന്ന് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ഉടമ്പടി വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും, പക്കായായിട്ട് സംസാരിക്കും. 2 സാമുവേൽ ആ വചനം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് ആ വചനം കിടക്കുന്നത്? അത് ആ ചേച്ചിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് പറയും, എൻ്റെ മനസ്സിതാണ്, ഇതിൽ നീ ചോദിച്ച ഉത്തരം ഈ വചനത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ്. എടുത്ത് വായിക്കാൻ പറയും. എടുത്ത് വായിക്കുമ്പോൾ അവിടുന്ന് നിന്നോട് ഞാൻ ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്യുന്ന ടെമ്പററി ഉടമ്പടിയല്ല. ദൈവം ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ദൈവത്തോട് ടെമ്പററി ഉടമ്പടിക്ക് സാധ്യതയില്ല. കാരണം ദൈവത്തിൻ്റെ എൻഡിട്ട് ആദ്യം അന്ത്യമില്ലാത്തത് കാരണം നമുക്ക് ദൈവത്തോട് ഒരു ടെമ്പററി ഇൻറ്റേറിയം താൽക്കാലികമായിട്ടൊരു ഉടമ്പടിക്ക് സാധ്യതയില്ല. നമുക്ക് അവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമുക്കൊരു വ്യക്തിക്ക് ടെമ്പററി ഉടമ്പടി സാധ്യമല്ല. കാരണം ദൈവം നിത്യനായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റത്തില്ല. അപ്പം കാര്യം വെച്ചാൽ ഉടമ്പടിക്കാലം കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടേ, എൻ്റെ ഉടമ്പടിക്കാലം കഴിഞ്ഞു, 90 ദിവസം കഴിഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അഭ്യാസത്തിന് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ പോകും എന്നുള്ളത് ഉടമ്പടിക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമുള്ള വയറ്റിപ്പഴപ്പ് അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവളുടെ തനി നിറം കാണിക്കുമെന്ന് ദൈവത്തെ നേരത്തെ അറിയുക. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം ഇതാണ്. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഫ്രോഡായിട്ട് മാറുമെന്ന് ദൈവത്തിന് അറിയാം. ഇതുകൊണ്ട് ഈ വിഷയം ലീക്കേജ് എന്ന് പറയാം. ഉടമ്പടിയുടെ ലീക്കേജ്, കവനന്റ് ലീക്കേജ്, ഇത് ആദ്യം ബ്ലോക്ക് ചെയ്യണം. കൃപയുടെ ലീക്കേജ് വരുന്ന ഒരു വഴി ഇതാണ്. ദൈവത്തിന് നിങ്ങളുടെ വിഷയം നേരത്തെ അറിയാം. അപ്പോൾ നേരത്തെ അറിയാവുന്ന കാരണം നിങ്ങൾ ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യത്തിലെടുക്കണം. കർത്താവേ, ഉടമ്പടിയുടെ കാലം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടി, പെണ്ണ് കെട്ടാൻ വേണ്ടി, കൊച്ചുണ്ടാകാൻ വേണ്ടിയുള്ള എന്തോ ഒരു മാന്ത്രിക പരിപാടിയായിട്ട് മാറും. ദൈവം അതിന് തയ്യാറല്ല. അതാണ് പറഞ്ഞാൽ അവിടുന്ന് എൻ്റെ ഉടമ്പടി ശാശ്വതമായ അവിടെ നിന്നോട് ചെയ്ത. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. സാമുവേൽ 23:5 അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടിയിലെ രക്ഷയുണ്ട്, നിത്യത, അഭിലാഷം, അനുദിന ജീവിതം. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നിന് വായിച്ച്, അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി 2 നിയോഗങ്ങളാണ്. ഉടമ്പടി നിയോഗങ്ങളെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമയിലാണ് ക്യാപിറ്റൽ കവനൻ്റ് ഹോളി ക്രിസ്റ്റ് വരണത്, നിത്യതയുടെ കൂദാശ കുർബാന. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ രക്ഷയും പിന്നെന്താണ്? അഭിലാഷം. അഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതാഭിലാഷങ്ങളാണ്. അതിൻ്റെ ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ഥലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഉടമ്പടിയിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് രക്ഷ, നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. രണ്ടാമത് അഭിലാഷം, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. ഇതെല്ലാം ഒറ്റ പാക്കേജിലാണ്. എന്താണ്? ഉടമ്പടി എന്ന ഒറ്റ പാക്കേജിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ രക്ഷയും എന്റെ അഭിലാഷവും സാധിച്ചു തരുന്ന ഉടമ്പടിയുടെ ഭാഗമായതിലെ ഞാൻ സന്തോഷിക്കുന്നു. അതേ കൃപയിലെ നിലനിന്ന് പോകാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും വരുന്ന വിഷയം ജീവിതവും ജീവനും, അതാണ് രക്ഷയും അഭിലാഷവും. ഇത് രണ്ട്. ഇപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ്. ജീവൻ്റെ നിലനിൽപ്പാണ് ജീവിതം, ഐഹിക ജീവിതത്തിൻ്റെ ഭൗതിക നിലനിൽപ്പ്. ഐഹിക ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസുമാണ് ജീവിതമെന്ന് പറയണത്. ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും, അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും. ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. ജീവന് കൃപയും ജീവിതത്തിന് ബ്ലെസ്സിങ്സുമാണ്. മാറിപ്പോരുത്. ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീവന് വേണ്ടത് കൃപ, അതിന് ശക്തി. അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ്. രണ്ട് തരം മെത്തേഡാണ്. ജീവിതത്തിൻ്റെ സിമ്പിളാണ്, അവൻ പറയണ പോലെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേർഡ് ഓഫ് ഗോഡേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഠിനമായ വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. വേർഡ് ഓഫ് ഗോഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയുണ്ട്? ദൈവവചനങ്ങൾ രണ്ട് ജാതിയുണ്ട്. എന്താണ്? ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, അഭിലാഷങ്ങളെ സാധിക്കുന്ന, നിത്യജീവിതത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ. ആ ഒരു ലഘുവചനങ്ങൾ ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം, IELTS, MOH, ഹാദ്, നമ്മുടെ ജീവിത ആരോഗ്യമെല്ലാം സാധിക്കും ലഘുവചനങ്ങൾ. ചില വചനങ്ങൾ കട്ടിയാകും. കട്ടിയാകുമ്പോൾ ഓർക്കുക, അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ലെന്ന്. അത് പറഞ്ഞ് യോഹന്നാൻ 6:60 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അതായത് ഇത് മനസ്സിലാക്കാൻ, കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന്. ആ വചനങ്ങളാണ് കഠിന വചനങ്ങൾ. എന്താണ് കേൾക്കാൻ പോലും മനസ്സിലാക്കാത്ത വചനങ്ങൾ? അത് ജീവൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ്? കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച സിനഗോഗിൽ വെച്ച്. ഞാൻ ആ സിനഗോഗിൽ പോയിട്ടുണ്ട്. ഞാൻ ആ സിനഗോഗിൽ പോകുമ്പോൾ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. കർത്താവ് കൃപാനെക്കുറിച്ച് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ കഫർനാം സിനഗോഗിൻ്റെ ഇന്നത്തെ അവസ്ഥ, അവിടെ അതൊരു ടൂറിസ്റ്റ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ വീട് താമസങ്ങളൊന്നുമില്ല. ഗലീയ കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടാണ് കഫർനാം സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണ് പത്തോസിൻ്റെ വീടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ സിനഗോഗിൽ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ള കുഴപ്പം, എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. ഞാനെപ്പോഴും തൊപ്പി വെച്ച് നടക്കത്തുള്ളൂ. ചെറിയ മഴ കൊള്ളാൻ പോലും പാടില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കഫർനാം സിനഗോഗിൻ്റെ ഇപ്പോഴേ ഈ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷം പഴക്കമുള്ള ആ സിനഗോഗ് അവിടെ താഴെ ഭൂമി തുരന്ന് വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കാരെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന സിനഗോഗിൻ്റെ പൊടി കല്ലുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഉൾപ്പെടെ ഓരോ കാലഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽത്തട്ടിയില്ല, മറിച്ച് 4 മൂലക്ക് ഭിത്തിയേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിൽ വീണിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നല്ല ചൂടുമാണ്. പക്ഷേ കർത്താവ് സിനഗോഗിൽ നിന്ന് സംസാരിച്ച സ്ഥലം, ഞാൻ ഈ സിനഗോഗിൽ പോകുന്ന കാരണം കഴിഞ്ഞ മാസവും പോയായിരുന്നു. എറണാകുളത്ത് ഒരു പഴയ സിനഗോഗുണ്ട്, അവിടെ പോയായിരുന്നു. യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പം ആ സിനഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം. സിനഗോഗിൻ്റെ പുൾപ്പിറ്റുള്ള സ്ഥലം അറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട്, കർത്താവേ, നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന നിൻ്റെ ദിവരേശത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ്, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 40 മിനിറ്റ് അവിടെ കിടന്ന്
തല എടുത്ത് ആ ചുട്ടുപൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിലും കൊണ്ട് 40 മിനിറ്റ് കിടന്നവിടെ. എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ജീവൻ്റെ വചനമാണത്. അതാണ് ഈശോ 6:35 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:35 തൊട്ട് 57 വരെ പറയണത്. അതാ കഫർനാം സിനഗോഗിൽ ഞാൻ നെറ്റി വെച്ച് 40 മണിക്കൂർ വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. കൈയിട്ടിച്ച് കർത്താവ് ഞങ്ങളെല്ലാവരും നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. ഈ ആരാധനയിലൂടെ കൂടെ പാടുക സന്തോഷത്തോടെ. ഓ ദിവ്യമാ സ്നേഹമേ, ദിവ്യമാ സ്നേഹമേ, തിരുവത്താഴ ശ്രുതികട്ടെ. ശ്രുതികട്ടെ. ഭാഷാവരത്തോടെ അതാണ് ജീവൻ്റെ വചനം. ജീവൻ്റെ വചനം കഠിനമായിരിക്കും. ദയപൈതരെ, നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക. അപ്പോൾ നീ ഓർക്കണം, ഇത് കഠിനമാണല്ലോ, ഇത് നടക്കത്തില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ പാലിക്കും, എനിക്ക് സാധ്യമല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം, ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ്. കൈയടിച്ച് കർത്താവ് തിരുവത്താഴ
സമ്മാനമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ആർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിൽ അത് തന്നെയാണ് ദൈവസ്നേഹം. അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ, നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ, നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് കഠിനമായ പദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 5:23 എടുത്ത്. മത്തായി 5:23 നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ പറയുക നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തി ജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? നീ അങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കണമെന്നല്ല, അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും, ചിലപ്പോൾ അതുപോലെ അതിർത്തി തർക്കമായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗത്തിൽ വർക്ക് അറേഞ്ച്മെൻറ്റ് തർക്കമായിരിക്കും. എനിവേ നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ, അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി, എന്തു ചെയ്യണം? നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം. അപ്പോൾ നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്. അയാളത് മൈൻഡ് ചെയ്യത്തില്ല, അയാൾ ഉൾക്കൊള്ളത്തില്ല, അയാൾ എന്നെ അഭ്യാസം പറഞ്ഞ് ഓടിക്കും. അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ചടി ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കേണ്ടതാണ്. ദൈവം സത്യവാനും നീതിയായതുകൊണ്ട് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാന ഘട്ടത്തിൽ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ്. എന്താണ്? നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന. അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ, അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ, ഭിന്നതയിൽ മറന്നൊന്നു ചേരാ കൂട്ടായ്മയിൽ ഐക്യത്തിൽ ഞങ്ങൾ പുലരാത്തുടയ്ക്കും പങ്കുവയ്ക്കനുഭവം നൽകിയാലും. മത്തായി 5:40 നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഇതെന്ത് വചനമാണ്? കഠിന വചനമാണ്.
ലഘുവചനമല്ലേ, എളുപ്പമല്ലല്ല നടത്താൻ. നിന്നോട് വ്യവഹരിച്ചാണ് കേസ്, നിന്നെ പ്രതിയാക്കി കേസിന് പോയി. പണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ, ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവമായിരുന്നു. സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അത് നഷ്ടപ്പെട്ട കേസിന് പോകും. അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ, നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? മേലും കൂടി കൊടുക്കുക. ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? ഇക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 100 പേര് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ നമ്മളോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലേക്ക് കൂടി കൊടുത്തിട്ട് പോരാ ആർക്ക് പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഇല്ലേ, നിത്യത്തിന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പോൾ വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യണത്. ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത്, ഗ്രേഡഡ് ആകണത്, നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനൊക്കെ ആകണത്. കൃപയുടെ കാര്യമാണ് അവിടെ പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് ദൈവം എന്താ ചെയ്യണത്? ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? ദൈവം അതിനുള്ള ടെംപ്റ്റേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ ട്രബിൾസ് അല്ലല്ലോ, നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും, ടെസ്റ്റ് തരും. ഈ ടെസ്റ്റാണ് വിഷയവിരിക്കുന്നത്. ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നം ഉണ്ടാക്കി അപ്പനെയും അമ്മനെയും കയ്യിലെടുത്ത്, അവസാനം നിനക്കറിയാം അവൻ്റെ സ്വഭാവം, അപ്പനെയും അമ്മനെയും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്നറിയാം. അവസാനം അപ്പനെയും അമ്മനെയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം. കാര്യം നീ ആ ചേട്ടൻ അനിയൻ തമ്മിൽ എത്ര വർഷമാണ് ജീവിക്കുമ്പോൾ അനിയനെ അറിയാമല്ല. അനിയൻ്റെ സ്വഭാവം എന്താണെന്ന്, നല്ല ചേട്ടൻ്റെ സ്വഭാവം അനിയനും അറിയാം. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ്. ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചെറുക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം. അപ്പോൾ ഈ സ്നേഹം കൂടണ കാരണം ഇവന്മാരുടെ തട്ടിപ്പൊന്നും ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും. മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെന്ന് ചതിക്കാനുള്ളവൻ ഒപ്പിട്ട് മേടിക്കും എപ്പോഴായാലും. അവരിങ്ങനെ ചതിക്കാനുള്ളവൻ എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന്. അതിങ്ങനെ ബുദ്ധിയും ബോധം ഉണ്ടാകണം. മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല. പേനയും പേപ്പറുമായിട്ട് എപ്പോഴും മക്കൾ ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും. 60% ചതിച്ചിട്ടുണ്ട്. വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ടേ കുരുക്കി വെക്കും. അവനടക്കത്തില്ല. അവൻ നാട് വിട്ട് പോകും. വേണ്ട അടുത്ത അമ്മേൻ്റെ മസ്കറ്റിൽ പോയിരിക്കും. ഈ കണ്ട മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല. അപ്പോഴെന്ത് ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോകണേ പോട്ടെ, കാരണം ബാങ്കുകാരൻ കൂടി അവൻ ഞൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ നമുക്കറിയാം. അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെന്നറിയാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല. ഇവൻ ചതിക്കും, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം ഉണ്ടാകണം. പക്ഷേ ഈ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി, അവൻ അപ്പനെ നോക്കില്ല അമ്മനെ നോക്കില്ല, അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം അവൻ അടിച്ചു മാറ്റി അവൻ നാട് വിട്ട് പോയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല. അവരുടെ ജീവനാംശം അവകാശം അനിയൻ അടിച്ചു മാറ്റി അവൻ നാട് വിട്ടും പോയി. ഇപ്പം എന്നാ പറ്റി? അപ്പൻ്റെ അമ്മയും ജീവനാംശം കൊടുക്കാത്ത ആൾ നീ തന്നെ അപ്പനെ അമ്മനെ നോക്കേണ്ടി വന്നു. മനസ്സിലായ? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത്? അത് ഈ വചനം വെച്ചാണ്. എന്താണ്? നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയും. ഈ വചനം എന്താ? കഠിനമാണ് ലഘുവാണ്? ജീവനാംശം അനുജൻ മേടിച്ചു, പക്ഷെ അപ്പനെയും അമ്മനെ നീ നോക്കേണ്ടി വരും. ഈ വചനം കഠിനമാണ് ലഘുവാണ്? കഠിനമാണ്. ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ്. പക്ഷെ പാലിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ. കൈയെട്ടിച്ച് കർത്താവ് കഠിന വചനങ്ങള് ജീവിതത്തിൽ നടപ്പിൽ വരുത്തി കൃപയാർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന.
അപ്പം എല്ലാ ലഘുവചനങ്ങളും വചനം രണ്ട് വിഭാഗമാണ്. ഒന്ന് ലഘുവചനങ്ങളും കഠിന വചനങ്ങളും. ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക. അവൻ പറയണ പോലെ ചെയ്താണ് കഠിന വചനങ്ങൾ പാലിക്കുക. രണ്ടും ഉടമ്പടിയാണ്. ഒന്നിൻ്റെത് നിത്യജീവൻ്റെ ഉടമ്പടി, രണ്ടാമത്തത് അനുദിന ജീവിതത്തിൻ്റെ ഉടമ്പടി. അപ്പം കഠിന വചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവസ്നേഹത്തോടെ എടുക്കണം. എന്ത് വശത്തിലാണ്? അതിൽ നിത്യജീവനുണ്ട്. വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത്, ഇല്ലേ? മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പം ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. പ്രായോഗികമായിട്ട് നടക്കുക, നമ്മൾ വിടുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കും പാർസൽ കൊടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തെ അറിയാം. ഈശോയ്ക്ക് ഇത് അറിയാൻ പാടില്ലാതാണ് എഴുതിയിരിക്കണമെന്നാണ് വിചാരിക്കണത്. ഈശോയ്ക്ക് അറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്നറിയാം. എന്താ കാര്യം? ഇത് ITIയുടെ ടെസ്റ്റല്ല, IASൻ്റെ ടെസ്റ്റാണ്. സൂര്യനിലേക്കുള്ള ടെസ്റ്റാണ്. സൂര്യകൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണിത്. കാര്യം അതിൻ്റെ അതാണ് ഈശോ പറഞ്ഞത്, ജീവനിലേക്ക് പ്രവേശിക്കുന്നവരോ ചുരുക്കം, നാശത്തിലേക്ക് പോകുന്നവരോ വിസ്തൃതം, അനേകം. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയൊക്കെ വരുമ്പോൾ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യാൻ നോക്കണം. കഠിന പദങ്ങൾ ഈസി പദങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടടിക്കാനേ പറ്റത്തുള്ളൂ. കഠിന പദങ്ങൾ ക്രാക്ക് ചെയ്താൽ നിത്യജീവൻ കിട്ടും. ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം നിത്യജീവൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ കോംപ്രമൈസും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഈ ലൈഫിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു വലിയ മഹത്വത്തിൻ്റെ ജീവിതമുണ്ട് ദൈവവുമായിട്ട്. ഈ ജീവിതം നമ്മളിവിടെ എന്നോ നേടിയെന്ന് പറഞ്ഞാലും ഈ ജീവിതം നഷ്ടപ്പെട്ടാൽ പൗലോസ് പറഞ്ഞ പോലെ വരും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ വെച്ചെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാർ.